അയൺമാന്റെ സൂട്ടൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യൻ ലീവ് ചെയ്തു. ഇവിടെ വന്നപ്പോ വേറെ തരം ഫ്രീഡായിരുന്നു. എങ്ങനെയായിരിക്കും നിങ്ങളെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്തത്? അതിന് സംഭവമാണ്. ഞങ്ങൾക്കാണ് ആ ടോ ഫസ്റ്റ് കിട്ടിയത്. അഹമ്മദാബാദ് ഉറപ്പ്. ഫസ്റ്റ് സാറിന്റെ ആ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ എടുത്ത ചോയ്സ് കറക്റ്റാ. എന്തും ചെയ്യാം. ക്ലാസ് ഒക്കെ ഭയങ്കര അടിപൊളി. ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത് അത് വേറെ കാര്യം. +2 പാസ്സാവുന്ന തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് എത്ര പെർസെന്റേജ്? 3 ക്വസ്റ്റ്യൻ വിട്ടു. പറയണ്ടായിരുന്നു കളിയൊക്കെ. ഹായ്, തിങ്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തൃശൂർ ബ്രാഞ്ചിലെ ടോപ്പേഴ്സ് ആയ അതുൽ, നന്ദിത, അതേപോലെ റസലുമാണ്. എന്റെ പേര് അതുൽ. ഞാനിവിടെ റിപ്പീറ്റേഷൻ ബാച്ചിൽ ആയിരുന്നു. എനിക്ക് നിഫ്റ്റ് 140 റാങ്ക് ഉണ്ട്. ഞാൻ മുംബൈയിൽ ആക്സസറി ഡിസൈനാണ് എടുത്തേക്കുന്നത്. ഞാൻ നന്ദിത. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാൻ ഇവിടെ തിങ്ക് തൃശ്ശൂരിൽ റിപ്പീറ്റേഴ്സ് ബാച്ച് ആയിരുന്നു. എനിക്ക് നിഫ്റ്റ് 309 റാങ്ക് ഉണ്ട്. ഇപ്പം ഞാൻ ബാംഗ്ലൂർ ടെക്സ്റ്റൈൽസ് എടുത്തിരിക്കുന്നു. എൻ്റെ പേര് റസൽ റനസ്. ഞാൻ ഇവിടെ തിങ്കിൽ റിപ്പീറ്റേഴ്സ് ബാച്ച് ആയിരുന്നു. എനിക്ക് UCD എഴുതി 47th റാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ IIT ഗുവാഹത്തിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ വിചാരിച്ചിരുന്നോ ഡിസൈനർ ആവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ വരും എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? റസൽ പറയുന്നത്. ഞാൻ പണ്ടോട്ടേ വരയ്ക്കുമായിരുന്നു. അപ്പോൾ പണ്ടോട്ടേ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനായിരുന്നു എനിക്ക് പണ്ട് ഇഷ്ടം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പണ്ട് അയൺമാനൊക്കെ കാണുമ്പോൾ അയൺമാൻ്റെ സൂട്ടൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാർവൽ സൈഡായിരുന്നു. ഇപ്പോഴും മാർവൽ തന്നെ. അപ്പോൾ ഇഷ്ടമായിരുന്നു. അപ്പോൾ അയൺമാൻ്റെ ഒക്കെ പോലെ അവിടെ നിന്ന് താല്പര്യമുള്ളതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാനൊക്കെ കുറേ ഇഷ്ടമായിരുന്നു. അപ്പോൾ പണ്ട് ഒറിഗാമിയുടെ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ട് അതായിരുന്നു പരിപാടി. പക്ഷെ ഇതുവരെ ഡിസൈനർ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. ഞാനും റസൽ പറഞ്ഞ പോലെ ഡിസൈനർ ആവണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പണ്ട് തൊട്ടേ ഡ്രോയിങ് കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഡ്രോയിങ്ങിൽ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എന്നെ 3rd തൊട്ടിട്ട് ഡ്രോയിങ് പഠിപ്പിക്കാൻ വിട്ടു. പിന്നെ എല്ലാ കോമ്പറ്റീഷൻസിനും അവർ ഭയങ്കര അവിടെ കൊണ്ടുവരും എല്ലായിരുന്നു. പക്ഷെ ഡിസൈനിങ് ഫീൽഡ് അത് ഞാൻ വിചാരിച്ചിട്ടേ അതില്ല. ഫസ്റ്റ് ഞാൻ 12th പഠിക്കുന്ന ടൈമിൽ UCD എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ അറിഞ്ഞ നിഫ്റ്റ് ഉണ്ട്, NID ഉണ്ട്, UCD ഉണ്ട്. അപ്പോഴേക്ക് ഇതിന് റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. ഇവിടെ തിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഓക്കെ, എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ശരി അവിടെ പോവാം. അവിടെ പോയി 1 വർഷം മേ ബി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്ന് വിചാരിച്ച് വന്നു. ഇപ്പോൾ ഡിസൈനിങ് ഫീൽഡ്. സത്യം പറഞ്ഞ ഡിസൈനിന് ഇങ്ങനെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് തന്നെ ചെറുപ്പത്തിൽ അറിയായിരുന്നില്ല. എന്റെ ചെറുപ്പടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പണ്ട് തൊട്ടിട്ട് ചെറുതായിട്ട് വരയ്ക്കും. പിന്നെ ഇങ്ങനെ ലെഗോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു ചെറിയ ഡിസൈനർ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ബട്ട് അതെനിക്ക് അറിയായിരുന്നില്ല. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ മനസ്സിലായി NID IIT ഉണ്ടെന്നു. ഒബ്വിയസ്ലി എൻ്റെ ടേസ്റ്റ് ഇതാണ്. അപ്പം ഞാൻ ഇത് ചൂസ് ചെയ്തു. ഇപ്പൊ അതിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയത്തില്ല ഡിസൈനർ ഫീൽഡിനെ കുറിച്ച്. അവയർനെസ് കുറവാണ് പൊതുവെ. ഇപ്പൊ അത് ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും നിങ്ങളെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്തത്? കാരണം ഡിസൈൻ എന്ന് പറഞ്ഞാൽ അവർക്കും ഒരു ഐഡിയ കാണത്തില്ല എന്താണെന്നുള്ളത്. അപ്പൊ എങ്ങനെയായിരിക്കും കൺവിൻസ് ചെയ്തു? ഞാൻ കൺവിൻസ് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം എൻ്റെ അടുത്ത് JEE പഠിക്കാനൊക്കെ പറഞ്ഞു. അവിടെ പോയി JEE പഠിച്ചു നോക്കിയപ്പോൾ അതെ ടിപ്പിക്കലായിട്ട് അതെ JEE ആണ് ഫസ്റ്റ്. ലൈക്ക് അവരുടെ അതില് JEE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഏതെങ്കിലും ഒരു ജോബ് കിട്ടും, ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഡിസൈനിങ് ഇത്രയും വലിയൊരു ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെന്നൊന്നും അവർക്ക് അറിയുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഞാൻ ഇതിന് വന്നു ലൈക്ക് നിഫ്റ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാന്നൊക്കെ അറിഞ്ഞപ്പോൾ അവരുടെ തന്നെ ഫ്രണ്ട്സിന്റെ കുറേ മക്കൾ അതിനാണ് പഠിക്കണേ. അപ്പൊ പിന്നെ ഓക്കെ, ഇതിന് നല്ല സ്കോപ്പ് ഉണ്ട്, ഇത് ഇങ്ങനെ ഒരു കരിയർ തന്നെ ഉണ്ട് ഡിസൈനിങ് ഫീൽഡിൽ, അതിനൊരു സംഭവം ഉണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഓക്കെ ഫൈൻ. ഞാൻ ഇതിന് ചേർന്നതിന് ശേഷം പിന്നെ അവർ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ടീവായിരുന്നു. അതിന് മുന്നേ അവർക്ക് ഇത്തിരി അതെ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. പിന്നെ എൻ്റെ നാട്ടിലൊക്കെ അവിടെ ആരും അങ്ങനെ ഡിസൈനിങ് ഫീൽഡ് എടുത്ത ഒരാളല്ല. അപ്പൊ ലൈക്ക് അതിലത്തെ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫാമിലിയിലും അതെ. പിന്നെ അവിടെ ആ ഒരു സ്ഥലത്ത് തന്നെ ഞാനാണ് ആദ്യം. അതെ, പാലക്കാട് എൻ്റെ നാട്ടിലെ ഞാനാണ്. അപ്പൊ പിന്നെ അപ്പൊ എന്നോ പറഞ്ഞ് കളിയാക്കണം. ഒറ്റപ്പാലം, ഞങ്ങൾ ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നതാണ്. ഒറ്റപ്പാലം അവിടെ ഒന്നുമില്ല, അതൊരു നാട് അല്ല കേട്ടോ. അവിടെ ശരിക്കും നല്ല സ്ഥലമാണ്, ഭയങ്കര നല്ലൊരു ഗ്രാമം. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ നിഫ്റ്റിനാ പഠിക്കണേ, ഇനിയിപ്പോൾ നിഫ്റ്റിക്കാ പോകാൻ പോണേ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി.
എങ്ങനെ? എന്റെ പാരന്റ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവര് എനിക്കെന്താ വേണ്ട അതിൽ തന്നെ പോവാനാ പറഞ്ഞിരുന്നത്. ബട്ട് എനിക്ക് 10th കഴിഞ്ഞ ടൈമില് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഒബ്വിയസ്ലി ഞാൻ എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് പോവായിരുന്നു. പിന്നെ എൻ്റെ ഒരു റിലേറ്റീവ് NID മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ ആള് അത്യാവശ്യം നല്ല പൊസിഷനിലായി. അപ്പോ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യാൻ സുഖമായിരുന്നു. മീൻസ് ഇങ്ങനെ ഓൾറെഡി ഒരു ആളുള്ളതുകൊണ്ട് നമുക്ക് സുഖമായിരുന്നു. അങ്ങനെ ഞാൻ പാരന്റ്സിനെ കൺവിൻസ് ചെയ്തു വന്നു. ഈസി ആയിരുന്നു. എന്റേത് ഏകദേശം എന്റെ പോലെ തന്നെ. പാരന്റ്സ് ഫുൾ സപ്പോർട്ട് ആയിരുന്നു. എന്ത് ചെയ്താലും കുഴപ്പമുണ്ടായില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആയി കിട്ടിയാൽ മതി. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇത്ര ഇവിടെ തന്നെ എത്തണം, ഡോക്ടർ ആവണം അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ചെയ്തോ, ജീവിച്ചു പോയി. അത് പിന്നെ അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവർക്ക്. ഞാൻ ഈ ഫീൽഡിൽ തന്നെ കയറി പോകുന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് മുന്നൊക്കെ ഞാൻ ഓൺലൈനായിട്ടും ഈ ഡ്രോയിങ്സ് കമ്മീഷൻ വർക്ക്സ് ഒക്കെ ചെയ്തിട്ട് തന്നെ കുറച്ച് അത്യാവശ്യം പൈസ ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ തന്നെ അവർക്ക് ഓക്കെ, ഒന്നും കിട്ടിയില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നു മനസ്സിലായി. അതെ അതെ, അപ്പൊ അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്ത് ടൈപ്പാണ് ചെയ്യുന്നത് വർക്ക്സ്? ഞാൻ കാർട്ടൂൺസ് ആയിരുന്നു വരയ്ക്കാറുണ്ടായിരുന്നു. ക്യാരക്ടർ ഡിസൈൻ പോലത്തെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് അത്യാവശ്യം ഓർഡർ ഒക്കെ ചെയ്ത്. അതൊരു സംഭവമാണ്. നോക്കിക്കോ. ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സീക്രട്ട് ആയിട്ട്. അതെ, ഞങ്ങളുടെ കണ്ടുപിടിക്കാൻ പൊട്ടിച്ചല്ലേ ചെറുതായിട്ട് കഴിവൊക്കെ തെളിയിക്കണ്ട, കാണിക്കണ്ട എല്ലാരും. എന്നാലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഡൗൺ ടു എർത്ത് ആണ്. അയ്യോ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഇതേപോലെ ഡിസൈനേഴ്സ് ആരെങ്കിലും ആയിട്ട് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആരും? അപ്പം നിങ്ങൾ നിഫ്റ്റ് ചൂസ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് 3 എക്സാമ്പിൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഒരു എക്സാമിനാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴാണ് തീരുമാനം എടുത്തത്? NID കാരണം എന്ന് വിചാരിച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ബട്ട് ഇപ്പൊ പ്രാവശ്യം എനിക്ക് 49.5 കിട്ടിയത്. 50 ആയിരുന്നു കട്ട് ഓഫ്. എനിക്ക് പിന്നെ യൂസ് ചെയ്ത് എഴുതാൻ പറ്റില്ല, കാരണം ഞാൻ ഏജ് ഇത്തിരി ഓവറായുണ്ട്. അപ്പൊ ഞാൻ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ നിഫ്റ്റ് ആയിരുന്നു. ഞാൻ ഹാപ്പി. ഞാൻ സത്യം പറഞ്ഞാൽ UCD എഴുതാൻ പോയപ്പോൾ ഒരു ചേച്ചിനെ പരിചയപ്പെട്ടു. റിപ്പീറ്റർ ആയിരുന്നു. ആ ചേച്ചി എനിക്ക് പറഞ്ഞു ലൈക്ക് നിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. ഞാൻ അന്നാണ് അറിയണത് ആദ്യമായിട്ട്, ലൈക്ക് കറക്റ്റ് 1 ഇയർ മുന്നേ. അപ്പോൾ ലൈക്ക് നിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റൈലിംഗ് ഉണ്ട്, അതിൽ കുറേ ഉണ്ട്, ഫാഷൻ ഡിസൈനിങ്, അങ്ങനെ കുറേ ഡിസൈനിങ് ഉണ്ട്. അപ്പോൾ ലൈക്ക് അത് അത്യാവശ്യം നല്ലതാണ്. ഡിസൈനിങ് ഫീൽഡിലേക്ക് പോകണമെങ്കിൽ നിഫ്റ്റാണ് ഒരു ഇത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓക്കെ തിങ്കിൽ വന്ന് ചേർന്നു. അപ്പോഴാണ് എന്നെ അറിയണ NID ഉണ്ട് ഇത്. അപ്പോൾ NID എല്ലാ എക്സാംസും എഴുതാന്ന് അറിയാം. പിന്നെ എനിക്കങ്ങനെ ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് നിഫ്റ്റ് തന്നെയായിരുന്നു നോക്കണ്ടായിരുന്നത്. പിന്നെ ഒരു ഒക്ടോബർ ഒക്കെ ആയ ടൈമിൽ നിഫ്റ്റ് മുംബൈൻ്റെ കുറേ വ്ളോഗൊക്കെ കണ്ട്, അപ്പോൾ നിഫ്റ്റ് മുംബൈ നിഫ്റ്റ് മുംബൈ സെറ്റാക്കി വെച്ചു. എന്നിട്ട് പിന്നെ അത് വേണം എന്നുള്ളതൊക്കെ ഇതൊക്കെ ആയി. അവസാനം ഒരു റിവിഷൻ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി നല്ല ചൂട് വന്നു. ഓക്കെ, നിഫ്റ്റാണ് ലാസ്റ്റ് എക്സാമാണ് നിഫ്റ്റ്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിഫ്റ്റിന് വേണ്ടി നന്നായി നോക്കി. എന്നിട്ട് റാങ്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, മുംബൈ ഇത്തിരി ഫാറാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഓക്കെ, ബാംഗ്ലൂർ മതി. അങ്ങനെ ബാംഗ്ലൂർ ടെക്സ്റ്റൈൽസ് എടുത്തു. അതെ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ബാംഗ്ലൂർ ടെക്സ്റ്റൈൽ ആയിട്ട് സന്തോഷായി. മതി, അത് മതി, ലോക്ക് ചെയ്തു. പിന്നെ പോയില്ല, ലോക്ക് ചെയ്തു. എനിക്ക് NID ആയിരുന്നു താല്പര്യം, കിട്ടിയില്ല. UCD ആണ് കിട്ടിയത്. UCD ഇതേപോലെ NID അത്ര IIT തന്നെ കിട്ടി. IIT ഗുവാഹത്തി കിട്ടി. ഭയങ്കര അടുത്തുള്ളതുകൊണ്ട് പിന്നെ ഞാൻ IIT ഗുവാഹത്തി തന്നെ ചൂസ് ചെയ്തു. 8 മണിക്കൂർ ഫ്ലൈറ്റിലുണ്ട്. നല്ല സ്ഥലം. ഞാൻ ഫസ്റ്റ് UCD എക്സാം എഴുതാൻ പോയപ്പോ ബ്രോഷർ കണ്ടിട്ടായിരുന്നേ. പിന്നെ ലൈക്ക് ആദ്യം എറണാകുളം പോകണമെന്നാ വിചാരിച്ചേ. അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഇത്തിരി അടുത്തല്ലേ, അപ്പം ശരി തിങ്ക് തൃശ്ശൂർ. എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം കോച്ചിങ് സെന്ററിൽ പോയതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു തിങ്കിങ്ങിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോ അങ്ങനെയാണ് ഞാൻ ആദ്യം തിങ്കിനെ പറ്റി അറിയണത്. എനിക്ക് അതിന് മുന്നേ അറിയായിരുന്നില്ല. ഓബ്വിയസ്ലി ഇവിടെ വരാന്ന് വിചാരിച്ചു, കാരണം നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു ഇവിടെ നാട്, ഇവിടെ തൃശ്ശൂർ. നമ്മുടെ തൃശ്ശൂർ തിങ്കിന്റെ ബ്രാഞ്ചില് എനിക്ക് ബ്രോഷർ കിട്ടിയിട്ടായിരുന്നു. ഞാൻ +2 എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഒരു ബ്രോഷർ കിട്ടി. വിളിച്ചു വെച്ചു, ജോയിൻ ആക്കി, അപ്പൊ തന്നെ ചെയ്ത്. അതെ, വേറെ ആലോചിക്കലൊന്നും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ അതുവരെ
+2 പാസ്സാവുന്ന തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പൊ പിന്നെ ഇത് കണ്ടപ്പോ തന്നെ ഡൗൺ കൊടുത്തത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അതെ ഡൗൺ ടു എർത്ത്. എന്നിട്ട് എത്ര പെർസെന്റേജ്? എനിക്ക് 82 അങ്ങോട്ട് ഉണ്ടായുള്ളൂ. CBSE CBSE ഇട്ടോ? ഞാൻ CBSE, ഇവന് CBSE. പറയണ്ടായിരുന്നു, എനിക്ക് കളിയാക്കണ്ടേ CBSE എന്നൊക്കെ പറഞ്ഞു. കണ്ടിന്യൂ ചെയ്ത് അപ്പൊ എനിക്ക് അതില് ആ ബ്രോഷർ നോക്കിയപ്പോ BDS എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് അപ്പൊ നോക്കിയപ്പോ 50% ഒക്കെ മതി CBSE അപ്പൊ എനിക്ക് പറ്റിയ സാധനം കേറി നേരെ വിളിച്ച് ബുക്ക് ചെയ്ത് ഇവിടെ കേറി വന്ന് ഇവിടെ എന്തോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ എടുത്ത് എനിക്കുണ്ടായിരുന്നു. സ്പെഷ്യൽ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ട് നേരെ വന്നു, എന്നിട്ടൊക്കെയാണ് അഡ്മിഷൻ എടുത്തത്. പാരന്റ്സിനൊക്കെ കൂടി വന്ന് അങ്ങനെ തന്നെ എടുത്തു. എങ്ങനെയായിരുന്നു ആ ജേർണി തിങ്കിൽ നിന്ന് ഡിസൈനിലോട്ട് പോയപ്പോ, അല്ലെങ്കിൽ നിഫ്റ്റ് അല്ലെങ്കിൽ IIT പോയ ജേർണി എങ്ങനെയായിരുന്നു? ആ ഒരു ബാച്ച് അടിപൊളിയായിരുന്നു. ബാച്ചിന് ഒരു രക്ഷയില്ല, ഇത്രയും നല്ല പിള്ളേരെ കിട്ടിയിട്ടില്ല. ഏകദേശം എല്ലാവർക്കും ഒരേ മൈൻഡാണ്. ഇപ്പൊ പെട്ടെന്ന് ഫ്രണ്ട്സ് ആവാൻ പറ്റും. ഞങ്ങൾക്ക് ടോപ്പിക്കൊന്നും പറയാനില്ലെങ്കിലും എല്ലാവർക്കും ഓരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പറയാൻ. എന്താ പറയാ, വെറുതെ ബോറടിച്ചിരിക്കില്ല, വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. എന്ത് വർത്താനം പറയുന്നത്? ഒരു ടോപ്പിക് ഉണ്ടാവല്ലോ ആ സമയത്ത് വർത്താനം പറയാൻ. ക്ലാസ്സിന് ശ്രദ്ധയില്ലേ? അങ്ങനല്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത് അത് വേറെ കാര്യം. കിട്ടിയല്ലേ ഇനിയിപ്പോ എന്താ പറയാ. പറഞ്ഞു വന്നത് എല്ലാ സ്റ്റുഡൻസും അടിപൊളിയായിരുന്നു. പിന്നെ ഫാക്കൽറ്റീനെ പറയുകയാണെങ്കിൽ വേറെ ലെവൽ തന്നെ. എല്ലാവരും ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് എടുത്തത് വിക്രം സാറാണ്. ഫസ്റ്റ് സാറിന്റെ ആ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ എടുത്ത ചോയ്സ് കറക്റ്റാ. ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പീറ്റ് ചെയ്യാനിരുന്നത് കറക്റ്റാന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിലിരുന്ന് സെൽഫ് സ്റ്റഡി ചെയ്ത നടക്കൂല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇത്രയും പഠിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് അറിയണ്ടായില്ല. ഞാൻ വിചാരിച്ചു അതിൽ ഒന്നും NIT ഒന്നും ഒരു റിക്വയർമെന്റ് ഇങ്ങനെ പറയുന്നില്ല, വെറുതെ +2 പാസ് ആയാൽ മതി, വന്ന് എഴുതിയാൽ മതി, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ പഠിക്കണ്ടേന്നാ അതൊന്നും പറയണില്ല UCD പോലെ. അപ്പോൾ അങ്ങനെ വന്നപ്പോ ഇവിടെ തിങ്ങിന്റെ ഫാക്കൽറ്റീസും പിന്നെ ജിനേഷ് സാറൊക്കെയാണ് വന്നത്. എല്ലാവരും അടിപൊളി. പിന്നെ കുമുദ് സാറ് വന്നു. ഓരോരുത്തരുടെ ക്ലാസ് ഓരോ വെറൈറ്റി, ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി. സാർമാരൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ടും എല്ലാവരെയും ഇൻവോൾവ് ചെയ്ത് അടിപൊളിയായിരുന്നു. ബാക്കി ഇവര് പറഞ്ഞോട്ടെ. കുറെ നേരം പറയണേ. ഞാൻ എന്റെ എങ്ങനെയായിരുന്നു വെച്ചാൽ, എന്റെ സ്കൂൾ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ KV പഠിച്ചേ. അപ്പോ ഇവിടെ വന്നപ്പോ വേറെ തരം ഫ്രീഡം ആയിരുന്നു. ലൈക്ക് എന്തും ചെയ്യാം. ക്ലാസ് ഒക്കെ എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി. ഞങ്ങളുടെ സാറിനൊക്കെ, ഞങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് അങ്ങനെ. പക്ഷെ ഇവിടെ വന്നപ്പോ നമുക്ക് ലൈക്ക് നമ്മളുടെ മൈൻഡിലുള്ള എന്താ വെച്ചാൽ പറയാ. പിന്നെ എല്ലാരും ക്രിയേറ്റീവ് ആണല്ലോ. അപ്പോ ഇങ്ങനെ എന്താ പറയാ, എല്ലാവരുടെയും വർക്ക്സ് കാണാം, ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം. അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ സാധാരണ എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോ ഞാനിങ്ങനെ ഇവിടെ വന്നിട്ട് ലൈവ് സ്കെച്ചിങ്ങിന് പോയി. എന്താ ഞങ്ങൾക്ക് ഇന്ന് അവിടെ ആയിരുന്നു പോകേണ്ടത്. അതെ, ഞങ്ങൾക്ക് ഫുൾ സെലിബ്രേഷൻ ആണ്. ഹാലോവീൻ സെലിബ്രേഷനാ, ഓണം സെലിബ്രേഷൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോ എനിക്കും വരണമായിരുന്നു. അടിപൊളിയായിരുന്നു അവിടെ. ഇവിടെ നല്ല രസമായിരുന്നു. ഇങ്ങനെ എന്താ പറയാ, ഈ ഒരു 9 മാസം അടിപൊളിയായിരുന്നു. എൻജോയ്ഡ്, ലൈക്ക് ഫുൾ ആയിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ റിഗ്രറ്റ് ഇല്ല. തിങ്കിലെ ജേണി പറയുകയാണെങ്കിൽ ഇവിടെ വരുമ്പോ നമ്മള് ക്ലാസ് റൂമിലേക്ക് വരുന്ന ഒരു ഫീൽ അല്ല, നമ്മൾ ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് വീട്ടിൽ പോകും. അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. പിന്നെ അവിടുത്തെ ടീച്ചിങ്സ് എല്ലാം പറയുകയാണെങ്കിൽ എല്ലാ ഫാക്കൽറ്റിയും അടിപൊളിയായിരുന്നു. എല്ലാം എന്താ പറയാ, ഞാനൊരു വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റി എന്ന് പറയും തിങ്കിന്. അതായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആയാലും ഭയങ്കര നമ്മളെ പുഷ് ചെയ്യും ഓരോ കാര്യങ്ങൾ ചെയ്യാനും. ഓരോ ഡെഡ് ലൈൻസിന് മുന്നേ അവരങ്ങനെ പുഷ് ചെയ്ത കാരണമാണ് നമ്മള് പഠിച്ച, സത്യം പറഞ്ഞ. അല്ലെങ്കിൽ നമ്മൾ മടി പിടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്കാണ് ആട്ടോ ഫസ്റ്റ് കിട്ടിയത്. ഇതിനെല്ലാം ബാക്കിൽ ഞങ്ങളുടെ പ്രവർത്തനം ഉണ്ട്, അതല്ല പ്ലസ് അവരുടെ ഹാർഡ് വർക്കും കൂടി ഉള്ള കാരണം ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആർട്ടോയിൽ എന്റെ ഫേവറേറ്റ് ഓണം സെലിബ്രേഷൻ തന്നെയായിരുന്നു. തിങ്കിന്റെ ഒരു സാധാരണ മോക്ക് ടെസ്റ്റ് പോലെ തന്നെ ഞാൻ പോയി എഴുതി വന്നു. ആൻസർ ഇല്ല. ഡിസൈനിലൊരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ഡ്രോയിങ്. ആനിമേറ്റഡ് മൂവീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. നമ്മളെ പോർട്ട്ഫോളിയോനാണ് മെയിൻ പ്രാധാന്യം വരുന്നത്. അത് തിരിച്ചു ഊരെടുത്തപ്പോ ക്ലാസ്സിന്റെ വെയിറ്റ് കൊണ്ടുപോയി ചുറ്റിക്കറങ്ങി അവിടെ തന്നെ എത്തി.